ഫേസ്ബുക്കിൽ വന്ന ഒരു ചെറിയ വീഡിയോയുടെ ക്ലിപ്പ് കണ്ട് അത് ഏത് സിനിമയുടെയാണെന്ന് തപ്പി ഇറങ്ങിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അത് 2024 പുറത്തിറങ്ങിയ ഒരു ചൈനീസ് സിനിമയുടെ ആണെന്ന്. ഒരു പെണ്ണിന്റെ ബോഡി ട്രാൻസ്ഫോർമേഷൻ ആണ് ഞാൻ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതേതോ അടിപൊളി സ്പോർട്സ് മൂവി ആയിരിക്കും. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോഴേ മനസ്സിലായത് ഇത് സ്പോർട്സ് മൂവി അല്ല, ഒരു അടിപൊളി ഫീൽ ഗുഡ് മൂവിയാണെന്ന്. 2024 പുറത്തിറങ്ങിയ യോളോ എന്ന ചൈനീസ് സിനിമയെ കുറിച്ചാണ് ഞാനീ പറയുന്നത്. ഇനി കഥയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ നായക ഭയങ്കര മടിച്ചാണ്. മടിച്ചി എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും തീറ്റയും ഉറക്കവും മാത്രം. ഒരു ജോലിയും ചെയ്യില്ല. വീട്ടിൽ അവളുടെ അമ്മയോ അച്ഛനെയോ അവരുടെ ബിസിനസ്സിൽ സഹായിക്കുക പോലും ഇല്ല. ഏത് നേരവും തീറ്റയും ഉറക്കം ആയതുകൊണ്ട് തന്നെ അവളുടെ തടി വല്ലാതെ കൂടി. അങ്ങനെ ഇരിക്കെ വീട്ടിൽ സഹോദരിയുമായി നടന്ന ഒരു വാക്ക് തർക്കത്തിൽ നമ്മുടെ നായിക വീട് വിട്ടിറങ്ങുന്നു. ഒരു ഹോട്ടലിൽ സപ്ലയറായി ജോലിക്കും കയറുന്നു. അവൾ വർക്ക് ചെയ്യുന്ന ആ ഹോട്ടലിനടുത്ത് ഒരു ബോക്സിംഗ് പഠിപ്പിക്കുന്ന ജിമ്മുണ്ട്. അവിടെ വെച്ച് അവൾ ഒരാളെ കാണുകയും അവനിൽ ആകൃഷ്ടയായ നമ്മുടെ നായിക അയാളുമായി അടുത്തിടപഴകാൻ ആ ജിമ്മിൽ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം നമ്മുടെ നായികയ്ക്ക് അവളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരു ദുരനുഭവം ഉണ്ടാകുന്നു. അതോടെ അവൾ മനസ്സിലാക്കി അവളെ എല്ലാവരും ഒരു തോൽവിയായിട്ടാണ് കാണുന്നതെന്ന്. തന്നെ തോൽവിയായി കണ്ട ഈ ലോകത്തിന് മുന്നിൽ താനൊരു തോൽവിയല്ല എന്ന് കാണിച്ചു കൊടുക്കണം എന്ന ഉദ്ദേശത്തോടെ അവൾ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുന്നതും അതിനായി അവൾ 100 കിലോയോളം തന്റെ ഭാരം കുറച്ച് ബോക്സിംഗ് പഠിക്കുന്നതും തുടർന്നുള്ള സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത്. അവൾ ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ചോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ ഈ സിനിമ കണ്ട് മനസ്സിലാക്കിയാൽ മതി. പക്ഷേ അവൾ ജീവിതത്തിൽ വിജയിച്ചു. ഈ സിനിമയിലെ നായിക അവളുടെ കഥാപാത്രത്തിന് വേണ്ടി യഥാർത്ഥത്തിൽ 100 കിലോയോളം കൂട്ടുകയും അതുപോലെ തന്നെ 100 കിലോയോളം കുറയ്ക്കുകയും ചെയ്തു. ഈ സിനിമ ഇനിയും കാണാത്തുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ, നിങ്ങൾക്ക് ഉറപ്പായും ഇഷ്ടപ്പെടും. നെറ്റ്ഫ്ലിക്സിൽ ഈ സിനിമ അവൈലബിൾ ആണ്.